പറയുന്നത്. അദ്ദേഹം ഒരു സന്യാസി വര്യനായിട്ട് അദ്ദേഹം പറയുന്നു, 10 മാസം ചുവന്ന ആ അമ്മ, അതിനുശേഷം 1 വർഷം മലമൂത്ര വിസർജ്യത്തിൽ കിടന്ന ആ കുഞ്ഞിനെ നോക്കുന്ന അമ്മ, ആ പ്രസവ വേദന ആർക്കു വർണ്ണിക്കാനാകും? അമ്മ തന്നെയാണ്. എന്താ പറയാ? അമ്മ തന്നെയാണ്. അമ്മായിയമ്മയുമാണ്. മകള് വേറെയാണ്, മരുമകള് വേറെയാണ്. ആ ഒരു സിസ്റ്റത്തിൽ തന്നെയാണ് പല കാര്യങ്ങളും പോകുന്നത്. നമ്മുടെ സമൂഹത്തില് ഇപ്പൊ ഈ പറഞ്ഞ അമ്മായിയമ്മ മുത്തം കൊടുത്ത് വിടുന്നതൊക്കെ കേൾക്കാൻ എന്തൊരു രസമാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് കോട്ടയത്ത് ഒരു കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. ഒരു 70% വരുന്ന കേസുകളിലെ മുഖ്യ പ്രശ്നം എന്ന് പറയുന്നത് ഈ അമ്മായിയമ്മ മരുമകൾ സംഘർഷം തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് തന്നെ മരുമകളുടെ ആഭരണങ്ങൾ മുഴുവൻ എടുത്തിട്ട് സ്വന്തം ലോക്കറിൽ പൂട്ടി വെച്ച അമ്മായിയമ്മയുണ്ട് ആ കൂട്ടത്തില്. അടിച്ചു പിരിഞ്ഞു, അത് വേറെ കാര്യം. അടിച്ചു പിരിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ധാരാളം ആൾക്കാര് ഈ ലോകത്തുണ്ട്, ഈ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. കാലം ഒത്തിരി മാറിയെങ്കിലും ഈ കാര്യത്തിൽ വലിയ മാറ്റം ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് സ്വതന്ത്രമാണ്. തീർച്ചയായിട്ടും അതിനനുസരിച്ച് അമ്മായിയമ്മമാര് മാറുന്നുണ്ടോ? മാറണം. കാരണം എന്റെ മരുമകള് വന്നിട്ട് 4 മാസം ആകുന്നുള്ളൂ. അവൾ എപ്പോ എഴുന്നേക്കണം, എപ്പോ ഭക്ഷിക്കണം എന്നെല്ലാം അവളാണ് തീരുമാനിക്കുന്നത്, അല്ല ഞാനല്ല. തീർച്ചയായിട്ടും ഇല്ല. മോള് വരുമ്പോഴത്തേനും അമ്മയെ ഗുഡ് മോർണിംഗ്, സോറി കേട്ടോ എന്ന് പറഞ്ഞു. കാരണം എഴുന്നേറ്റ് താമസിച്ച് വന്നതിന്റെ ഒരു ചെറിയ ചമ്മലോടെ അവള് വരുമ്പോ ഞാൻ പറയും എന്തിനു സോറി പറയണം, അത് നിന്റെ ഇഷ്ടമാണ്, നീ എപ്പോ എഴുന്നേക്കണം എന്നുള്ളത് നിനക്ക് തീരുമാനിക്കാം, അത് അവരുടെ ഇഷ്ടമാണ്. ആവശ്യമില്ലാതെ അവരുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് എപ്പോഴും എന്നോട് ഭർത്താവ് പറയുകയും ചെയ്യും. അത് അവര് വേറെ കുടുംബമാണ്. അല്ല, അങ്ങനെ ഇടപെടാതിരുന്ന ഒരു ഗുണം ഉണ്ടാവും, വലിയ അടിയും തലയില്ലാതെ പോവാം അല്ലേ? കുറച്ച് കഴിയുമ്പോ പറഞ്ഞില്ലേ, അവള് വന്നാ മതി, ഭക്ഷണം കഴിക്കണ നേരത്ത് കഴിക്കും, സോറി പറഞ്ഞു വന്നു. കുറച്ച് കഴിയുമ്പോ ഈ ആറ്റിറ്റ്യൂഡ് അമ്മായിയമ്മയുടെ മാറും. എല്ലാ നേരം ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കി അവൾക്ക് കൊടുക്കണം. അതാണ് അവളുടെ ഏറ്റവും വലിയ സങ്കടം. ഒന്ന് സഹായിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അമ്മായിമ്മയുടെ ലോകവും മക്കളുടെ ലോകവും രണ്ടും കൂടിയുള്ള സംഗമമാണ് ഈ അമ്മായിമ്മ മരുമകൾ പ്രശ്നം. എന്റെ ടെറിട്ടറിയിലേക്ക് ഒരു പുതിയ ആള് ഇടിച്ചു കയറി വരണ പോലെ ഒരു ഫീലാണ്. ഈ പുരുഷന്മാർക്ക് നല്ലൊരു സ്റ്റാൻഡ് ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ പ്രശ്നം പകുതി മുക്കാലും പരിഹരിക്കപ്പെടുന്ന എനിക്ക് തോന്നുന്നു. അതായത് അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം അമ്മയുടെ മുമ്പിൽ ഭാര്യനെ താത്തുകയോ ഭാര്യയുടെ മുമ്പിൽ അമ്മേനെ പൊക്കുകയോ ചെയ്യുമ്പോഴാണ് ഈ പ്രോബ്ലം ഉണ്ടാവണേ. ഒരു ഭർത്താവിന്റെ പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഭാര്യ തന്നെയാണ്. ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഈ മകനോ മരുമകനോ കഴിയൂ? തീർച്ചയായിട്ടും ഒരു ബ്രിഡ്ജ് റിലേഷൻഷിപ്പ് മകൻ ഉണ്ടാക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.